നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് ടോം ക്രൂസിൻ്റെ ഏറ്റവും പുതിയ സിനിമയായ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്ങിനെ കുറിച്ചാണ്. ഞാൻ മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ് ഐമാക്സിലാണ് കണ്ടത്. കൊച്ചി സിനിപോളിസ് ഐമാക്സിൽ രാവിലെ 9 മണി ഷോ ആണ് കണ്ടത്. ഈ സിനിമയിൽ ഏകദേശം 45 മിനിറ്റിന് മേലെ ഐമാക്സ് റേഷ്യോ സീക്വൻസുകളുണ്ട്. നേരത്തെ പുറത്തു വന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐമാക്സിൽ തന്നെ കാണാൻ ശ്രമിച്ചത്. പിന്നെ ഞാൻ ഇതിന് മുമ്പിറങ്ങിയ ഡെഡ് റെക്കണിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയൊന്നുമല്ല. ഞാൻ അന്ന് തിയേറ്ററിൽ വന്നിട്ട് ഇറങ്ങിയ സമയത്ത് 2 പ്രാവശ്യം കണ്ടു. ഒരു പ്രാവശ്യം സൗണ്ട് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് രണ്ടാമത് മര്യാദക്കുള്ള സൗണ്ടിൽ കാണാൻ വേണ്ടി രണ്ടാമത് കണ്ടത്. പക്ഷേ സിനിമ എനിക്ക് അത്ര വർക്കായ സിനിമയൊന്നുമല്ല. ഞാൻ പിന്നെ ആ സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അന്ന് ആ സിനിമ കാണുമ്പോൾ ആദ്യം മുതൽ അതിന് തൊട്ട് മുമ്പുള്ള ഫോളോ ഔട്ട് വരെയുള്ള സിനിമകൾ ഒറ്റയടിക്ക് കണ്ടിട്ടാണ് ഞാനന്ന് ഡെഡ് റെക്കണിങ് കാണാൻ പോയത്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് ഡെഡ് റെക്കണിങ് ഒട്ടും ഇഷ്ടമായില്ല. കാരണം എനിക്ക് മിഷൻ ഇമ്പോസിബിൾ ഫോളോ ഔട്ട് ഭയങ്കര ഇഷ്ടമുള്ള മിഷൻ ഇമ്പോസിബിൾ മൂവിയാണ്. അത് കണ്ടുകൊണ്ട് അപ്പം തന്നെ പോയി ഇത് കണ്ടുകൊണ്ടാണ് ഇഷ്ടപ്പെടാതെ എന്നുള്ള ഡൗട്ടുകളൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ടും, പിന്നെ എനിക്ക് മിഷൻ ഇമ്പോസിബിൾ ഫൈനൽ റെക്കണിങ്ങിന് കഴിഞ്ഞ സിനിമയുടെ അത്രയും ഞാൻ ഭയങ്കര അത്ര ഹൈപ്പഡല്ലായിരുന്നു. അപ്പം ഞാനിതെല്ലാം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം കാരണം ഡെഡ് റെക്കണിങ് കണ്ട സമയത്ത് മുഴുവൻ കണ്ടുകൊണ്ട് എനിക്ക് സിനിമ നല്ലോണം ഓർമ്മയുണ്ട് എല്ലാ സിനിമയും. അപ്പം ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ കണ്ടാൽ മതിയല്ലോ എന്ന് വെച്ചാണ് ഞാൻ ഈ സിനിമ കാണാൻ പോയത്. ഇത് ഈ മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ ഒരു ഫിനാലെ എന്നുള്ള രീതിയിലാണ് ഇവർ ഫുൾ എടുത്ത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. സോ അത്യാവശ്യം നൊസ്റ്റാൾജിയ ബേറ്റിങ്ങും ഇമോഷണലും ഒക്കെ ആയിരിക്കും സിനിമ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായി. പേഴ്സണലി ഭയങ്കരമായിട്ട് എനിക്ക് വർക്കായിട്ട് സിനിമയാണത്. ഞാൻ എന്താണോ എക്സ്പെക്ട് ചെയ്തത് അത് ഈ സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്യാവശ്യം കിടിലൻ സ്റ്റണ്ടുകളുണ്ട് ആസ് യൂഷ്വൽ. ഭയങ്കര ഇമോഷണലാണ് സിനിമ. അത്യാവശ്യം ഇഷ്ടംപോലെ നൊസ്റ്റാൾജിയ ബേറ്റിംഗ് ഉണ്ട്. നൊസ്റ്റാൾജിയ ബേറ്റിംഗ് ഉണ്ടാവും, കാരണം ഇതൊരു ഫിനാലെ മൂവി ആകുമ്പോൾ അവർ 1996 ഇറങ്ങിയ സിനിമ മുതൽ ഇതുവരെയുള്ള സിനിമകളിലേക്കെല്ലാം ഒരു നോഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ആ സിനിമകളെല്ലാം കാണണം നിർബന്ധമൊന്നുമില്ല, ബട്ട് അറ്റ്ലീസ്റ്റ് നിങ്ങളിതെല്ലാം കണ്ടിരിക്കേണ്ട അല്ല അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നതാണ് ഈ സിനിമ കാണാൻ കുറച്ചും കൂടി എൻജോയബിൾ ആവാമെന്നാണ് പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും സിനിമ നന്നായി പറയാം. ടോം ക്രൂസ് ആസ് യൂഷ്വൽ കിഡിലിനാണ്. സ്റ്റണ്ട് ചെയ്യാനാണെങ്കിൽ ഇമോഷണൽ സീക്വൻസുകളാണെങ്കിൽ പുള്ളി അടിപൊളിയാണ്. അതുപോലെ തന്നെ സിനിമയിൽ എല്ലാവരും അടിപൊളിയാണ്. ഞാൻ ഭയങ്കര സൈമൺ പെഗിൻ്റെ ഫാനാണ്. ഈ മിഷൻ ഇമ്പോസിബിൾ 3 ഇറങ്ങിയ സമയത്ത് അവർ സൈമൺ പെഗിലേക്ക് അതിൽ കൊണ്ട സമയത്ത് തന്നെയാണ് ഞാൻ അതിന് തൊട്ട് മുമ്പ് സൈമൺ പെഗിൻ്റെ 1-2 കോമഡി സിനിമകൾ കണ്ട് പുള്ളിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ്. അതുകൊണ്ട് തന്നെ പുള്ളിനെ മിഷൻ ഇമ്പോസിബിൾ കൊണ്ടുവന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഇപ്പോൾ പുള്ളി ആ കാസ്റ്റിൻ്റെ മെയിൻ ഭാഗമാണെന്നുള്ളത് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണത്. അടിപൊളി സിനിമയാണ്. കാരണം ഈ സിനിമ കാണുമ്പോൾ എൻ്റെ സ്ക്രീനിലുണ്ടായിരുന്ന ക്രൗഡ് ഭയങ്കര നല്ലതായിരുന്നു. ടോം ക്രൂസിനെ കാണിക്കുമ്പോൾ നല്ല കൈയടിയും ബഹളവും, പിന്നെ ചില സീക്വൻസുകൾ കറക്റ്റായിട്ട് ചിരിക്കുകയും ക്രൗഡ് അത്യാവശ്യം ആക്റ്റീവായിരുന്നു. സിനിമ തീർന്നപ്പോൾ എല്ലാവരും വലിയൊരു റൗണ്ട് ഓഫ് അപ്ലോസ് ഈ സിനിമയ്ക്ക് കൊടുക്കുകയും ചെയ്തു. അതായത് ഈ സിനിമ കാണാൻ വന്ന എൻ്റെ ക്രൗഡ് എന്നെ പോലെ തന്നെ ഈ സിനിമ വർക്കായി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ പക്ഷേ ഭയങ്കര എന്താണ് പറയുക, അതിഗംഭീര സിനിമ എന്നൊന്നും ഒരിക്കലും പറയാനും പറ്റില്ല. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഡിപ്സ് ഈ സിനിമക്കകത്തുണ്ട്. ഒരു എന്താ പറയുക, സിനിമയുടെ സ്പീഡിനൊരു പ്രശ്നമുണ്ട്. കാരണം ഇടയ്ക്ക് ഈ സിനിമ വല്ലാണ്ട് ഡിപ്പാകും, കാരണം ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ സംസാരമുള്ള സീനുകൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫ് ഈ സിനിമ കൂടുതൽ എക്സ്പോസിഷനാണ്. അതായത് ഇപ്പം നമ്മൾ കഴിഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ കുറേ കംപ്ലയിൻറ്റുകൾ വായിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്, എന്നാൽ അത് മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തതുകൊണ്ട് കുറേ പേർക്ക് ഫാൻസിന് കുറേ പേർക്കും ഈ സിനിമയ്ക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കംപ്ലയിൻറ്റ് ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. ഈ സിനിമയിലെ എല്ലാ കാര്യവും ഭയങ്കരമായിട്ട് സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്കത് ഇഷ്ടമുള്ളൊരു കാര്യമല്ല സ്പൂൺ ഫീഡ് ചെയ്യുന്നത്. ഇത്രയും സ്പൂൺ ഫീഡ് ചെയ്യേണ്ട കാര്യമില്ല. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉള്ളതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എക്സ്പോസിഷൻ ഭയങ്കര കൂടുതലാണ് ഫസ്റ്റ് ഹാഫിൽ. ഇമോഷണലാണ്, അതിനൊപ്പം എക്സ്പോഷനാണ്. പിന്നെ ഒരുപാട് കോൾ ബാക്സ് ഉണ്ട് പഴയ സിനിമയിലേക്ക്. അതിൽ എല്ലാ കോൾ ബാക്സ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ ഇതൊരു ഫിനാലെ മൂവി ആയതുകൊണ്ട് ആക്ച്വലി ഇറ്റ് വർക്ക്സ്. പക്ഷേ ഇതിൽ ആക്ച്വലി ഒരു 1-2 കോൾ ബാക്ക് ഒഴിച്ച് ബാക്കിയെല്ലാം ഒരു ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഇതിൽ ഒരു കോൾ ബാക്ക് ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്നതാണ്. ആ ക്യാരക്ടറിന് പക്ഷേ ആക്ച്വലി സിനിമയ്ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ആ ക്യാരക്ടറിൻ്റെ കോൾ ബാക്ക് മാത്രമാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാ ക്യാരക്ടറിനും കോൾ ബാക്ക് ചെയ്തിരുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇത് മിഷൻ ഇമ്പോസിബിൾ 3 കണക്റ്റ് ആയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് മിഷൻ ഇമ്പോസിബിൾ 3. കാരണം മിഷൻ ഇമ്പോസിബിൾ 3 ആണ് മിഷൻ ഇമ്പോസിബിൾ ഫ്രാഞ്ചൈസിനെ കംപ്ലീറ്റ്ലി ഒരു പിവറ്റ് കൊടുത്തത്. അതിന് മുമ്പ് എന്തോ ഒരു ഡയറക്ഷൻലെസ് ആയിരുന്നു. കാരണം മിഷൻ ഇമ്പോസിബിൾ 2 ഭയങ്കര സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയാണെങ്കിലും എനിക്ക് ആ സിനിമ മുഴുവൻ കാണാൻ ഇഷ്ടമല്ല പേഴ്സണലി. ആ സിനിമ കഴിഞ്ഞിട്ട് ഈ സിനിമയ്ക്ക് വേണ്ട ഒരു പിവറ്റ്, ഈ സീരീസിന് വേണ്ട ഒരു പെർഫെക്റ്റ് പിവറ്റ് കൊടുത്തൊരു സിനിമ. അത് ഇമോഷണൽ ആയിരിക്കണം, എല്ലാ രീതിയിലും ആക്ഷൻ ഉണ്ടായിരിക്കണം. എന്നാൽ അത് ആക്ഷൻ ഒരിക്കലും അതിൻ്റെ ഒപ്പം തന്നെ ഓവർഡു ചെയ്ത് പോകരുത്. എല്ലാ രീതിയിലും ഈ സിനിമയ്ക്ക് ഒരു പ്രോപ്പർ സ്ട്രക്ചർ കൊടുത്ത സിനിമയിൽ ഒരെണ്ണം മിഷൻ ഇമ്പോസിബിൾ 3 ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൾസോ മിഷൻ ഇമ്പോസിബിൾ സീരീസിലെ ഏറ്റവും ബെസ്റ്റ് വില്ലൻ ആ സിനിമയ്ക്കകത്തായിരുന്നു. ആ സിനിമയിലെ കോൾ ബാക്ക് കൊടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് മിഷൻ ഇമ്പോസിബിൾ 3 കാണാതിരിക്കരുത്. ഈ സിനിമ കാണാൻ പോകുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു സിനിമ മിഷൻ ഇമ്പോസിബിൾ 3 ആണ്.
സിനിമയുടെ സിനിമാറ്റോഗ്രാഫി അടിപൊളിയാണ്, സിനിമയുടെ മ്യൂസിക് അടിപൊളിയാണ് ആസ് യൂഷ്വൽ. പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ സിനിമ ഇടയ്ക്ക് സിനിമയുടെ പേസ് ഡൗൺ ആവുന്നുണ്ടെന്നുള്ളതാണ്. എനിക്കത് ഭയങ്കര പ്രശ്നമൊന്നും തോന്നിയില്ല, ബട്ട് എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് പേസ് ഡൗൺ ആയി പോകുന്നത്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിലാണ് ഇതല്ല. പിന്നെ ഐമാക്സ് റേഷ്യോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സിനിമയിൽ ആദ്യത്തെ ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് പ്രോപ്പർ ആക്ഷൻ സെറ്റ് പീസ് ഒരു വെള്ളത്തിനടിയിലുള്ള ആക്ഷൻ സെറ്റ് പീസാണ്, കിടുക്കൻ ആക്ഷൻ സെറ്റ് പീസാണ്, അടിപൊളിയാണ്. അത് എടുത്തിരിക്കണം സൂപ്പറായിട്ടാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളാ വെള്ളത്തിനടിയിലിരിക്കുന്ന ആ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്ക് നന്നായിട്ടാണ് ചെയ്തത്. ആ സീക്വൻസ് എത്തുന്നവരെ ഐമാക്സ് റേഷ്യോ വളരെ ഒരു ചെറിയ രീതിയിലുണ്ടായിരുന്നുള്ളൂ. ആ എൻ്റയർ ആക്ഷൻ സീക്വൻസ് ആക്ച്വലി ഫുൾ ഓൺ ഐമാക്സ് റേഷ്യോയിലാണ്. അതിനകത്ത് പുള്ളി ഒരു സാധനം തിരിച്ചിട്ട് ഡോർ തുറക്കുന്ന സീക്വൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്കോപ്പ് റേഷ്യോ ഒന്ന് ഈ സീൻ ഐമാക്സ് റേഷ്യോയിലേക്ക് സ്വിച്ച് ആവുന്നത്, സ്ലോലി അത് തിരിക്കുന്നതനുസരിച്ച് സ്വിച്ച് ആവുന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. നൈസ്ലി ഡൺ എന്ന് പറയാം. അത് പെട്ടെന്ന് സ്വിച്ച് ആവുന്നതിന് സ്ലോയിൽ അതിങ്ങനെ ഓപ്പൺ ആയി പോയായിരുന്നു, നന്നായിരുന്നത്. ആ സീനോടിനെ ചേർത്ത് ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ആക്ഷൻ സീക്വൻസുകളിൽ, പ്രത്യേകിച്ച് പ്ലെയിൻ്റെ ആക്ഷൻ സീക്വൻസുകളിലെല്ലാം ഐമാക്സ് റേഷ്യോ ആണ് കൂടുതൽ നേരം. സോ അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഐമാക്സ് റേഷ്യോ ആക്ച്വലി. ഇത് ഐമാക്സിൽ തന്നെ കാണേണ്ട സിനിമയാണെന്ന് വെച്ചാൽ പേഴ്സണലി ഞാൻ ഐമാക്സിൽ കണ്ടുകൊണ്ട് ഞാൻ ഐമാക്സ് സജസ്റ്റ് ചെയ്യും. ബട്ട് ഐ തിങ്ക് ഈ സിനിമയ്ക്ക് അത്യാവശ്യം നല്ല DCP ആയിരിക്കും. 4K 7.1 അറ്റ്മോസ് DCP ഒക്കെ ആക്ച്വലി സിനിമയ്ക്കകത്തുണ്ട്. അത് അറ്റ്മോസ് നിങ്ങൾക്ക് ഐമാക്സ് ആക്സസ്ഫുൾ അല്ലെങ്കിൽ അറ്റ്മോസ് DCP ഉള്ള സ്ക്രീനിൽ പോയി കണ്ടാൽ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ബട്ട് ഐമാക്സിൽ കണ്ടാൽ നിങ്ങൾക്ക് ഒബിയസ്ലി 45-50 മിനിറ്റോളം ഈ ഐമാക്സ് റേഷ്യോയുള്ള സീക്വൻസുകൾ കാണാൻ പറ്റും. എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സിനിമ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് കണ്ടിട്ടില്ലെങ്കിൽ ഈ സിനിമയെക്കുറിച്ച്. എന്തായാലും ഞാൻ പറയണത് ഇത് ഫാൻസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കാരണം ഒരുപാട് കോൾ ബാക്സ് ഉള്ളതുകൊണ്ട് ഫാൻസ് അല്ലാത്ത ആൾക്കാർക്ക് ഈ കോൾ ബാക്സും പഴയ കാര്യങ്ങൾ പറയുന്നത് എത്രമാത്രം കണക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒബ്വിയസ്ലി എല്ലാവരും മിഷൻ ഇമ്പോസിബിളിലെ ഫാൻസ് ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നിയിട്ടില്ല. ടോം ക്രൂസ് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ, ഈ സച്ച് എ യൂണിവേഴ്സൽ സ്റ്റാർ, റൈറ്റ്? അപ്പോൾ നമുക്ക് നോക്കാം. എനിക്കെന്നാലും ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ താഴത്ത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഐമാക്സിലാണ് കണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഐമാക്സിൽ അല്ല വേറെ സ്ക്രീനിലാണ് കണ്ടെങ്കിലും അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടി താഴത്ത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. എന്തായാലും ഇത്ര നേരം വീഡിയോ കാണുന്ന നന്ദി. എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.